നമ്മൾ ചില വ്യവസ്ഥകൾ മുമ്പോട്ട് വെച്ചില്ലെങ്കിൽ തമ്പുരാനെ, സന്ധി ചെയ്തു പിരിഞ്ഞൂന്നാവില്ല അവർ പറഞ്ഞു പരത്തുക. തോറ്റു പിന്മാറിന്നാവും. അങ്ങനൊരു വർത്തമാനത്തിന് ഇട കൊടുക്കാതെ നമുക്കും ചില ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കരുത്. ആവാം, ന്യായമായ ആവശ്യങ്ങൾ. അതിനുമപ്പുറം ഒന്നുമാകരുത്. സംഭാഷണത്തിന് ഇളമ്പേൻ മാർത്താണ്ഡൻ വരുമ്പോൾ കൊടുമ്പൻപിള്ള തന്നെ അത് സംസാരിച്ചുകൊള്ളൂ. അങ്ങനെ ആവാം തമ്പുരാനെ. പേരകത്താവടി മൂപ്പ് വീരകേരളവർമ്മ തമ്പുരാന് ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ അശ്വതി തിരുനാൾ ഉമയമ്മറാണി തിരുമനസിന്റെ പ്രതിനിധി ഇളമ്പയിൽ മാർത്താണ്ഡൻ പോറ്റി പ്രണാമമർപ്പിക്കുന്നു. പ്രണാമം. നാം വീരകേരളവർമ്മ മാർത്താണ്ഡൻ പോറ്റിയെ സ്വാഗതം ചെയ്യുന്നു. തമ്പുരാൻ പൊറുക്കണം. ഇനി ഞാൻ പറയുന്നതൊന്നും എന്റെ വാക്കുകളല്ല, റാണി തിരുമനസിന്റെ നിർദ്ദേശങ്ങളായിരിക്കും. പറഞ്ഞോളൂ മാർത്താണ്ഡൻ പോറ്റി. ഈ യുദ്ധം അവസാനിപ്പിച്ച് വേണാട്ട് രാജസ്ഥാനത്തേക്കുള്ള അവകാശവാദങ്ങൾ വിട്ടൊഴിഞ്ഞ് നെടുമങ്ങാട്ടേക്ക് മടങ്ങിപ്പോകുന്നതിന് പകരമായി അങ്ങ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? നാം ആവശ്യപ്പെടുന്നൊക്കെ നൽകാൻ ഉമയമ്മയ്ക്ക് സാധിച്ചേക്കില്ല. അതല്ല, സാധിച്ചാൽ പോലും അതിനുള്ള മനസ്സുണ്ടാവില്ല. ആ നിലയ്ക്ക് റാണിയുടെ വ്യവസ്ഥകൾ അറിയട്ടെ. അത് യോഗ്യമാണെങ്കിൽ നാം അതുകൊണ്ട് തൃപ്തിപ്പെടും. ഉമയമ്മ നിർദ്ദേശിച്ചയച്ച വ്യവസ്ഥകൾ പറയൂ ഇളമ്പേൽ പോറ്റി. റാണി അവിടത്തേക്ക് ഇളങ്കൂർ രാജപദവി അനുവദിച്ചു തരും. അതോടൊപ്പം 1,00,000 കലിയൻ പണം ഇളങ്കൂറിന്റെ ധനമായ യാപ്യക്കൂറായി നൽകും. പിന്നെ നെടുമങ്ങാട്ടെ കരം പിരിക്കാനുള്ള അധികാരം. വ്യവസ്ഥകൾ നാം അത് അംഗീകരിക്കുന്നു. അടിയന് സന്തോഷമായി. അങ്ങനെയെങ്കിൽ വരുന്ന പൗർണമിക്ക് ഉടമ്പടി ഒപ്പുവയ്ക്കാം. ആവാം. നമുക്ക് വേണ്ടി കൊടുമൺ മൂപ്പായ ദേവംപിള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കും. വേണാട്ട് രാജസ്ഥാനത്തിനും ഉമയമ്മറാണി തിരുമനസിനും വേണ്ടി ഇളമ്പയിൽ മാർത്താണ്ഡൻ കേരളം പോറ്റിയായ ഞാൻ ഒപ്പുവെക്കും. മതി. ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞ് നെടുമങ്ങാട്ടേക്ക് മടങ്ങും മുമ്പ് നമുക്ക് ഉമയമ്മയെ ഒന്ന് നേരിൽ കാണണം, സംസാരിക്കണം. അടിയൻ ഈ ആവശ്യം റാണി തിരുമനസിനോട് ഉണർത്തിക്കാം. അംഗീകരിച്ചാൽ കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കാം. അങ്ങനെയാവട്ടെ. അടിയൻ യാത്രയാകുന്നു. എല്ലാം ഭംഗിയായി കലാശിച്ചാൽ മതിയായിരുന്നു. ഈശ്വര. വരിക, വായിക്കാം. ശ്രീരാമജയം. തൃപ്പാപ്പൂർ മൂപ്പേറ്റ് ശ്രീ പത്മനാഭസ്വാമി തൃപ്പാദങ്ങളുടെ ക്ഷേത്രകാര്യങ്ങൾക്ക് ചുമതലപ്പെട്ട വേണാട്ടധിപൻ ശ്രീ രവിവർമ്മ തമ്പുരാൻ കോയിക്കൽ കൊട്ടാരത്തിൽ വാണരുളുന്ന പേരകത്താവഴി മൂപ്പ് ശ്രീ വീരകേരളവർമ്മ തമ്പുരാനുമായി നടത്തുന്ന യുദ്ധവിരാമ സന്ധിക്ക് എഴുതിന എതിര്. ഇന്നാളിൽ കൽക്കുളത്തു കോട്ടയ്ക്ക് പുറത്ത് പടയും പട്ടക്കാരുമായി തമ്പടിച്ചിരിക്കുന്ന വീരകേരളവർമ്മരും പടയും ഉപരോധം തീർത്ത് പിൻവാങ്ങുന്നതിന് പ്രത്യുപകാരമായി വേണാട്ട് രാജസ്ഥാനത്തിൽ ഇളങ്കൂർ പദവിയും യാപ്യക്കൂറായി 1,00,000 കലിയൻ പണവും നെടുമങ്ങാട്ടെ കരംപിരിവിനുള്ള അവകാശവും നൽകിക്കൊണ്ട് ഇതിനാൽ കൽപ്പനയായിരിക്കുന്നു. വേണാട്ട് രാജസ്ഥാനത്തിനു വേണ്ടി മന്ത്രി ഇളമ്പേൽ മാർത്താണ്ഡൻ കേരളനും പേരകത്താവഴി മൂപ്പിനു വേണ്ടി കൊടുമൺ കണക്ക് ദേവൻ മാർത്താണ്ഡ പിള്ളയും ഒപ്പുവെക്കുന്നു. കേരളവർമ്മ തമ്പുരാൻ അംഗീകരിച്ച വ്യവസ്ഥകളാണ് കൊടുമൻപിള്ള. അത് ഓലയിലാക്കി വന്നു എന്നേ ഉള്ളൂ. തർക്കങ്ങളും പ്രതിവാദങ്ങളും ഇല്ലെങ്കിൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കാം. എന്തിനു തർക്കങ്ങൾ ഇളമ്പേൽ പോറ്റി? വേണാടിന്റെ ചരിത്രത്തിൽ
വീരകേരളവർമ്മ തമ്പുരാൻ അവസാനിച്ച അധ്യായമാണ്. ആ അധ്യായത്തിന് അടിവരയിടുന്നതാണ് ഈ ഉടമ്പടി. എന്തിനാ വൈകിക്കുന്നേ? ഒപ്പുവയ്ക്കാം. ശത്രുതകൾ അവസാനിക്കുകയാണ് കുടുംബപിള്ളെ. നിത്യസൗഹൃദം കാംക്ഷിച്ചുകൊണ്ടാണ് കേരളവർമ്മ തമ്പുരാൻ ഈ ഉടമ്പടിക്ക് സമ്മതിച്ചത്. തമ്പുരാൻ റാണി തിരുമനസുമായി കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശത്രുതകൾ അവസാനിച്ചുവെന്ന് ഇളമ്പേൽ പോറ്റി പറയുമ്പോൾ അത് കേരളവർമ്മ തമ്പുരാനും ഉമയമ്മ റാണി തിരുമനസും തമ്മിലുള്ള ശത്രുത മാത്രമേ ആകുന്നുള്ളൂ. അതിൽ കൊടുമൺപിള്ളയും വഞ്ചിമുട്ടംപിള്ളയും മറ്റു മാടമ്പിപ്പിള്ളമാരും ഉൾപ്പെടുന്നില്ല. റാണിയോടായാലും മൂപ്പേറ്റ് വരുന്ന രാജാവിനോടായാലും ഞങ്ങളിടയുമ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് ഈ ഉടമ്പടി കൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല ഇളമ്പേൽ പോറ്റി. അത് കൊടുമൺപിള്ളയുടെ മനോഭാവം. റാണി തിരുമനസിന്റെ പേരിൽ ഞാൻ പറയുന്നു, റാണി തിരുമനസ് സൗഹൃദം കാംക്ഷിക്കുന്നു. രാജാവും രാജ്യത്തെ പ്രഭുക്കന്മാരും പരസ്പര വിശ്വാസത്തോടെ കഴിയണമെന്ന് റാണി തിരുമനസ് ആഗ്രഹിക്കുന്നു. അതിന് വേറെ ഉടമ്പടികൾ വേണ്ടിവരും ഇളമ്പേൽ പോറ്റി. സ്നേഹവിശ്വാസങ്ങളുടെ സന്ദേശമാണ് വേണാട്ട് രാജസ്ഥാനം കൊടുമൺപിള്ളയ്ക്ക് കൈമാറിയത് എന്ന് മാത്രം പറയുന്നു. പിരിയ എന്തും സഹിക്കാം, പക്ഷേ
വിശ്വസ്തരുടെ വേർപാട് അതെന്നും മനസ്സിലൊരു മുറിവായി നോവായി മായാതെ കിടക്കും. പ്രണാമം. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞുവോ? എല്ലാം കഴിഞ്ഞു റാണി തിരുമനസ്. അനന്തരവൻ ചക്കൻ തന്നെ എല്ലാം ചെയ്തു. ചടങ്ങുകൾ കഴിഞ്ഞ് പുല തീരുമ്പോൾ ഇരവിപ്പിള്ളയുടെ ബന്ധുക്കളോട് നമ്മെ മുഖം കാണിക്കാൻ പറയും. അറിയിക്കാൻ റാണി തിരുമനസ്. നമ്മുടെ കരുത്തും ധൈര്യവുമായിരുന്നു ഇരവിപ്പിള്ള. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു തരാൻ ശ്രീപത്മനാഭസ്വാമി തന്നെ നിയോഗിച്ചതായിരിക്കും അയാള്. അല്ലെങ്കിൽ പിന്നെ യുദ്ധം കഴിഞ്ഞ് ഉടമ്പടി ഒപ്പുവെക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനൊരു അതിക്രമം? ഏത് ചരിത്രത്തിലുണ്ട് ഇങ്ങനൊരു സംഭവം? ആ സഞ്ചാരി ബ്രാഹ്മണർക്ക് ഇരവിപ്പിള്ളയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നത്രേ. ഇരവിപ്പിള്ള മുമ്പെന്നോ അയാളെ മർദ്ദിക്കുകയും കുടുമി വലിച്ചഴിക്കുകയും ചെയ്തത്രേ. പിന്നെ അയാൾ കുടുമി കെട്ടിയിട്ടില്ല. ഇരവിപ്പിള്ളയുടെ പതനം കണ്ടിട്ടേ അയാൾ കുടുമി കെട്ടുവെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു പോലും. എന്തായാലും നഷ്ടം നമുക്കല്ലേ. ഇരവിപ്പിള്ളയ്ക്ക് പകരം മറ്റൊരാൾ ഉണ്ടാവില്ല. അയാൾ ചെയ്ത സേവനങ്ങൾ മറക്കാനുമാവില്ല. അയാളുടെ അനന്തരവർക്ക് പ്രാപ്തി വരുമ്പോൾ അർഹിക്കുന്ന ജോലി നൽകി സഹായിക്കണം. കൽപ്പന പോലെ റാണി തിരുമനസ്. ഇനി എന്താ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അത് റാണി തിരുമനസിന് ഹിതമാകുമോ എന്നറിയില്ല. തിരുവുള്ളക്കേടുണ്ടാവരുതെന്ന് അപേക്ഷ. നമ്മോട് സംസാരിക്കാൻ ഇളമ്പേൽ പോറ്റിക്ക് ഇത്രയും മുഖവുരയുടെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. റാൻ, അടിയൻ ഇതിനിടയിൽ കേരളവർമ്മ തമ്പുരാനെ മുഖം കാണിച്ചിരുന്നു. തമ്പുരാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടാണത്. എന്നിട്ട് കേരളവർമ്മ എന്തു പറഞ്ഞു? തമ്പുരാന് പറയൂ, മടിക്കണ്ട. തമ്പുരാന് അവിടുത്തെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. റാണി തിരുമനസിനോട് സംസാരിച്ച് അനുമതി വാങ്ങാൻ തമ്പുരാൻ നിർദ്ദേശിച്ചു. സ്ഥായിയായ ശത്രുത ആരോടും നമുക്കില്ല ഇളമ്പേൽ പോറ്റി. കേരളവർമ്മ വ്യവസ്ഥകളും മാമൂലുകളും തെറ്റിച്ച് രാജ്യം പിടിച്ചെടുത്തു. അപ്പോൾ നാം അദ്ദേഹത്തെ എതിർത്തു. ഇപ്പോൾ കുമാരൻ രവിവർമ്മയെ മുൻനിർത്തി നാം രാജ്യം തിരിച്ചു പിടിച്ചു. നമുക്ക് അദ്ദേഹത്തോട് ശത്രുതയില്ല, വൈര്യവുമില്ല. ഇളംകൂർ പദവിയും അടുത്തൂണും അനുവദിച്ചത് അതുകൊണ്ടാണല്ലോ. കേരളവർമ്മയെ കാണാം, എപ്പോഴാണെന്ന് വെച്ചാൽ സമയം അനുവദിച്ചുകൊള്ളൂ. കൽപ്പന പോലെ റാണി തിരുമനസ്. പ്രണാമം തമ്പുരാനെ. റാണി തിരുമനസിനെ മുഖം കാണിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. അതെ കുടുംബപിള്ളെ, വർഷങ്ങളായി നിലനിൽക്കുന്ന സ്പർദ്ധകൾ അവസാനിക്കട്ടെ. ഒരു പുതിയ സൗഹൃദവും സ്നേഹവിശ്വാസങ്ങളും ഇതുകൊണ്ട് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവട്ടെ. ഇപ്പൊ തമ്പുരാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. കൂടെ നിന്നവരെയൊക്കെ മറക്കുന്നു. അങ്ങയ്ക്കെന്നു മുതൽ റാണി തിരുമനസിന്റെ സൗഹൃദം ആസ്വദിച്ച് സുഖിച്ചു വാഴാൻ ആരും തടയാനില്ല. പക്ഷേ ഞങ്ങൾക്കതാവില്ല തമ്പുരാനെ. ഞങ്ങൾ മാടമ്പിപ്പിള്ളമാർ രാജസ്ഥാനത്തെ എതിർത്തു, റാണിക്കെതിരെ പോരാടി. അതൊക്കെ ഈ തമ്പുരാന് വേണ്ടി മാത്രമായിരുന്നു. തെറ്റ്. കേരളവർമ്മ നിങ്ങൾക്കൊരായുധമായിരുന്നു. മുന്നിൽ നിർത്താൻ പറ്റിയ ഒരു കെട്ടുകാഴ്ചയായിരുന്നു. ആ കെട്ടുകാഴ്ചയിൽ മുന്നിൽ നിർത്തി നിങ്ങൾ രാജ്യം പിടിച്ചു. തോന്നിയ മട്ടിൽ ഭരണം നടത്തി. രാജാധികാരത്തുള്ള അഭിനിവേശം കൊണ്ട് ഞാൻ അതിനൊക്കെ നിന്ന് തന്നു. ഇനി വയ്യ. രാജ്യത്തെ മാടമ്പിപ്പിള്ളമാർക്ക് വഴങ്ങി ഇനിയും വേണാട്ട് ഭരിക്കുന്നതിൽ അർത്ഥമില്ല കുടുംബപിള്ളേ. തമ്പുരാൻ എല്ലാം മറക്കുന്നു. ഇപ്പൊ പുതിയ സൗഹൃദങ്ങൾ ഉറയ്ക്കുമ്പോ പഴയതൊക്കെ ചവിട്ടിത്തേക്കരുത്. തമ്പുരാന്റെ പിന്തുണ ഇല്ലെങ്കിലും മാടമ്പിപ്പിള്ളമാർ വേണാട്ടിൽ നിലനിൽക്കും. അത് നമുക്കറിയാം കുടുംബപിള്ളേ. അതാണ് നാം പറഞ്ഞത്. നിങ്ങൾക്ക് നാം ഒരു കെട്ടുകാഴ്ച മാത്രമായിരുന്നു എന്ന്. ഇനി ആ കെട്ടുകാഴ്ചയെ മുൻനിർത്താതെ നിങ്ങൾക്ക് നാട് ഭരിക്കാം. വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം കുടുംബപിള്ളേ. സമയമാകുന്നു. ഉമയമ്മയെ കാണാൻ നാം പുറപ്പെടുകയാണ്. അകമ്പടിക്കാരാ? ഈശ്വരൻ തമ്പി വരുന്നുണ്ടോ?
ഇല്ല, അകമ്പടിക്കാരില്ലാതെ ആയുധമേന്താതെ നാം ഉമയമ്മയെ കാണുന്നു. ഒറ്റയ്ക്ക് പോവുക? അതെ, ഒറ്റയ്ക്ക്. നമുക്കിപ്പോൾ ഭയമില്ല കുടുംബമില്ലേ. എങ്കിലും പോകുന്നത് ജയിച്ച റാണിയുടെ മുന്നിലെത്തുന്ന തോറ്റ രാജാവിന്റെ നിസ്സഹായതയോടെയല്ല, എല്ലാം കണ്ടു നിറഞ്ഞ ഒരുവന്റെ നിസ്സംഗതയോടെ, പഴയൊരു പ്രണയിനിയുടെ മുന്നിലെത്തുന്ന കാമുകന്റെ കൗതുകത്തോടെ. നന്നായി. പുറത്ത് അവിടത്തേക്കുള്ള കുതിരകളെ ഒരുക്കി പടയാളികൾ കാത്തു നിൽക്കുന്നുണ്ട് തമ്പുരാനെ. ആ, എങ്കിൽ കാണാം. കഷ്ടം. പ്രണാമം. പ്രണാമം. പേരകത്താവഴി മൂപ്പന് വേണാട്ട് രാജസ്ഥാനത്തേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മൂത്ത തമ്പുരാന് കേരളവർമ്മയുടെ വിനീത വന്ദനം. ഇരിക്കാൻ തമ്പുരാനെ. പക എല്ലാ മാനുഷിക നന്മകളെയും വിഴുങ്ങുന്ന ദുർമൂർത്തിയാണ്. അതുപേക്ഷിക്കുക. സ്നേഹത്തിൽ നിന്നുദിക്കുകയും സ്നേഹത്താൽ വൃദ്ധി തേടുകയും ചെയ്യുന്ന സമൂഹമേ ദീർഘകാലം നിലനിൽക്കൂ.